Okay, good morning everyone. നമ്മൾ ഇന്ന് ഹൈഡ്രോളിക്സിന്റെ നാലാമത്തെ സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് ഹെഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് പ്രഷർ ഹെഡ്? അപ്പം അത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് കൃത്യം ഹെഡ് എന്താണ് എന്ന് മനസ്സിലാവാണ്ട് വരുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് നോർത്താൽ മതി. നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ നോക്കിയതാണ്. പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതിന് കൂടെ തന്നെ നമ്മൾ അതിന്റെ യൂണിറ്റ് ആയിട്ട് പഠിച്ചത് എന്താണ്? 1 പാസ്കൽ അല്ലെ? ഈ 1 പാസ്കൽ പോലെ തന്നെ നമുക്ക് ഇതിന്റെ അതർ യൂണിറ്റ്സ് ആയിട്ട് mm(h), അതായത് ഒരു ഹൈറ്റ് ആണ് അല്ലെ? mm(h), cm(h), അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ യൂണിറ്റ് ആയിട്ട് തന്നെ പറയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ ഒരു ചെറിയ ബീക്കർ എടുത്തു എന്ന് വിചാരിക്കാം. ഒരു ചെറിയ ബീക്കർ. ആ ബീക്കറിൽ ഞാൻ 3 ഹോൾ ഇട്ടു. ഓക്കെ, 3 ഹോൾ ഇട്ടു. അപ്പം ഇതിനകത്തെ ആദ്യത്തെ ഹോളിൽ കൂടെ വെള്ളം ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിലേക്കാണ് വരുന്നത്. അതായത് ഇത്രയും അത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചെറിയൊരു വാരൽ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും മേലെ നമ്മൾ ഒരു ഓട്ടോ ഇട്ടാൽ ഇത്രയും ഒരു ഡിസ്പ്ലേസ്മെന്റേ വരും. പക്ഷെ ഇതിന്റെ താഴേക്ക് പോകും തോറും എന്താണ്? ഇതിന് അങ്ങോട്ടുള്ള ആ ഒരു പ്രഷർ കൂടുവാണ്. അങ്ങോട്ടേക്കുള്ള ആ ഒരു പ്രഷർ കൂടുവാണ്. ഹൈറ്റ്, അതായത് ആ ഒരു ഫ്രീ സർഫേസിൽ നിന്ന് എത്ര ഡെപ്തിലേക്കാണോ വെള്ളം വരുന്നത് അതനുസരിച്ച് ആ ഒരു വെള്ളത്തിന്റെ പുറത്തേക്കുള്ള ആ ഒരു തള്ളു അല്ലെ, ആ ഒരു പ്രഷർ കൂടുവാണ്. ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ വീടിന്റെ ഒക്കെ ടാങ്ക് ഏറ്റവും ഉയരത്തിൽ കൊണ്ട് വെക്കുന്നത് അല്ലെ? എന്ത് കൂടി കിട്ടാനാണ്? ടാങ്കിന്റെ ഒക്കെ നമ്മൾ ആ ഒരു ഹൈറ്റ് കൊടുക്കാറുള്ള ഒരുപാട് ഹൈറ്റിലായിട്ടാണ് നമ്മൾ ടാങ്കെല്ലാം പ്ലേസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഹെഡ് കിട്ടാനെന്ന് പറയും. ഇനി നമ്മൾ ഒരു മോട്ടർ നമ്മൾ മേടിക്കുകയാണ്, അതിന്റെ ഹെഡാണ് പറയാറ്. അതായത് എത്ര ഉയരത്തിലേക്ക് ഈ ഒരു മോട്ടർ ഉപയോഗിച്ച് നമുക്ക് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ വീട് മുറ്റത്തിൽ തന്നെയാണ് നമുക്ക് കിണറുള്ളതെങ്കിൽ എന്താണ്? ഒരുപാട് ഹെഡൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ വീടിന്റെ മേലെത്തിയാൽ മതി, അല്ലെങ്കിൽ ആ ടാങ്ക് വരെ എത്തിയാൽ പോരെ. പക്ഷെ നമുക്ക് ഒരുപാട് കുഴി അല്ലെങ്കിൽ ഒരുപാട് ദൂരെയുള്ള ഒരു പറമ്പിൽ നിന്നൊക്കെയാണ് ഒരുപാട് ഹൈറ്റിലേക്ക് നമ്മൾ പമ്പ് ചെയ്യണം. എന്ത് വേണം? നല്ല ഹെഡുള്ള മോട്ടർ വേണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം ഈ ഒരു ഹൈറ്റിന്റെ ഇൻ ടേംസിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു വാട്ടറിന്റെ പ്രഷർ പറയാറുള്ളത്. അതിനാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഹെഡ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ആ ഹെഡ് മനസ്സിലായോ? ഓക്കെ, അതായത് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ കാരണമാണല്ലോ ഈ വെള്ളം ഇത്രയും ദൂരത്തേക്ക് തെറിക്കുന്നത്. ഇതോ അത്രയും ദൂരം തെറിക്കുന്നില്ല അല്ലെ? അതായത് ഈ ഒരു ഫ്രീ സർഫേസിൽ നിന്ന് ഉള്ള ആ ഒരു ഡെപ്തിന്റെ ഇൻ ടേംസിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ആ ഒരു പോയിന്റിലെ പ്രഷർ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു പ്രഷർ ഇൻ ടേംസ് ഓഫ് ഹെഡ് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പ്രഷർ ഹെഡ് കുറച്ചുകൂടെ ഇതിലായിരുന്നു, കാരണം ഫിഗർ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം ഹെഡ് എന്ന് ഞാൻ പിന്നെയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെഡ് മനസ്സിലാവാത്ത രീതിയിൽ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഹെഡ്. ഓക്കെ ആണോ? റെഡി? അപ്പൊ നമ്മൾ ഇൻ ടേംസ് ഓഫ് mm(h)യും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മളിപ്പം പറഞ്ഞായിരുന്നു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഇൻ ടേംസ് ഓഫ് മെർക്കുറി പറയുന്നത് എത്രയായിരുന്നു? ഓർത്തു നോക്കിയേ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ ടേംസ് ഓഫ് വാട്ടർ കോളം നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ മെർക്കുറിയും പഠിച്ചു. ഒന്ന് പറയാം എത്രയായിരുന്നു എന്ന്? അത് ഓക്കെ, 760 എത്രയാണ് നവ്യ യൂണിറ്റ്? ഓക്കെ, മെർക്കുറി ഇൻ ടേംസ് ആണ് 760 mm(h)g ആണ് അല്ലെ? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇതേ സാധനം വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണല്ലോ. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വാട്ടർ ആണെങ്കിൽ എത്ര ആയിരിക്കും ഹെഡ്? എത്ര ആയിരിക്കും ഹെഡ്? 10.33 mm അല്ല, 10.3 മീറ്റർ ആണ് കേട്ടോ. 10.3 മീറ്റർ ഓഫ് വാട്ടർ. ആ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ തോന്നുന്നു എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതും mm പറഞ്ഞു എന്ന് എനിക്കൊരു സംശയം. 10.3 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഓഫ് വാട്ടർ. റെഡി? ഇനി നമുക്കിപ്പം ഈ ഒരു പ്രഷർ ഹെഡ് നമ്മൾ വേറൊരു രീതിയിലും പറയുവാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു ബീക്കർ എടുത്തു എന്ന് വിചാരിക്കാം. ബീക്കറല്ല, ഒരു ട്യൂബ്. ഇപ്പം നോർമലായിട്ട് നിൽക്കുവാണെങ്കിൽ ഈ ട്യൂബിലും ഒരേ ഹൈറ്റിലായിരിക്കും. നമ്മളിപ്പം വാട്ടർ ലെവലൊക്കെ നോക്കാറില്ലേ? അപ്പം അത് രണ്ട് ട്യൂബും ഒരേ ഹൈറ്റിലായിരിക്കും നിൽക്കുക. വെള്ളത്തിന്റെ ലെവൽ ഈ രണ്ട് ട്യൂബിലും ഒരേ ഹൈറ്റിലായിരിക്കും എങ്ങനെ വെച്ചാലും വരിക. ഇനി സപ്പോസ് നമ്മൾ ഇവിടെ ഒന്ന് ഊതുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഇതിനകത്തൊന്ന് ഊതുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ എത്രയാണോ കൊടുത്തിരിക്കുന്ന ആ ഒരു
പ്രഷർ നമ്മൾ എത്രയാണോ നമ്മൾ അതിൽ കൂടെ ബ്ലോ ചെയ്യുന്നത് അതനുസരിച്ച് ഇപ്പുറത്ത് വെള്ളം റൈസ് ചെയ്യില്ലേ. അതായത് ഇവിടെ ഉണ്ടായ പ്രഷർ ചേഞ്ച് അനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹൈറ്റിന്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും. ഈ ഒരൊറ്റ പ്രിൻസിപ്പിളാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്, പ്രഷർ മെഷർമെന്റിൽ ഉപയോഗിക്കുന്നത്. പ്രഷർ മെഷർമെന്റ്. അപ്പൊ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണെന്ത്, മാനോമീറ്റർ. കേട്ടിട്ടുണ്ടോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ഏതായിരുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ബാരോമീറ്റർ. ഓക്കെ, ഗുഡ്. ബാരോമീറ്റർ ആണ്. അതേസമയം ഒരു ട്യൂബിനകത്തോ അല്ലെങ്കിൽ ഒരു വെസലിനകത്തോ ഉള്ള ഒരു ലിക്വിഡിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, മാനോമീറ്റർ. സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്, നമുക്ക് അതിനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പോ ഇതും ജസ്റ്റ് ആ ഒരു ഈ ഒരു വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബീക്കറിലെ വെള്ളത്തിന്റെ ഓരോരോ ഹൈറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും ആദ്യം നമ്മൾ കൊടുത്തിരിക്കുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ഹൈറ്റ്. ഈ ഒരു കോളം ഇവിടെ ആയിരുന്നപ്പം ഇവിടെ ഇതായിരിക്കും പ്രഷർ. അങ്ങനെ ഇത് താഴേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു പ്രഷർ ഗേജിലെ റീഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ വ്യത്യാസം കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്, നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ട്യൂബിലും കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് പറഞ്ഞായിരുന്നു, ഒരു ഹൈറ്റ് എച്ചിലാണെങ്കിൽ അവിടുത്തെ പ്രഷർ എത്രയായിരിക്കും, ഫ്രീ സർഫേസിൽ നിന്ന് അറ്റ് എ ഹൈറ്റ് എച്ച് ആണെങ്കിൽ പ്രഷർ അറ്റ് എ പോയിന്റ് അറ്റ് എ ഡെപ്ത് എച്ച് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്, ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ഇൻറ്റു ജി ഇൻറ്റു എച്ച്. ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതല്ലേ. ആദ്യം അതിന്റെ മേലുള്ള ആ ഒരു ലിക്വിഡിന്റെ വെയിറ്റ് ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്, വെയിറ്റ് ആണ് അവിടുത്തെ ഫോഴ്സ് അല്ലെ. ഫോഴ്സ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ അതിന്റെ ഡെറിവേഷൻ കൂടെ ഓർത്തിരിക്കുക. പിന്നെ ഈ ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്, റോ ജി എച്ച്. ഓക്കെ, ഫ്രീ സർഫേസിൽ നിന്ന് അവിടം വരെയുള്ള ഡെപ്ത് ആണ് എന്ത്, എച്ച്. ജി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി. അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാട്ടർ കോളം എന്താണ്, മെർക്കുറി കോളം ആണെങ്കിൽ അതിന്റെ ആ ഒരു ഹൈറ്റ് എത്രയാണ് വരുന്നത്, 760 mm അല്ലെങ്കിൽ 76 സെന്റിമീറ്റർ. ഇവിടെ ഉണ്ടാവുന്ന ഹൈറ്റ് എന്ന് പറയുമ്പോൾ 10.33 ആയിരിക്കും. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ട്യൂബിന്റെ മേലുള്ള പ്രഷറും ഇതുമായിട്ട് തുല്യമായിട്ട് വരണ്ടേ. അപ്പം അറ്റ്മോസ്ഫിയർ പ്രഷർ എപ്പോഴും എന്താണ്, ഈ ലിക്വിഡിനെ താഴേക്ക് ഇങ്ങനെ തള്ളും. അതനുസരിച്ച് ഇത് ഇവിടെ എന്തായിരിക്കും വരിക, വാക്വം അല്ലേ, ഒരു പ്രഷറും ഇല്ലാത്തൊരു സ്ഥലമല്ല. അപ്പം എന്ത് ചെയ്യണം, ഈ ഒരു പ്രഷറിനെ ബാലൻസ് ചെയ്യാൻ പാകത്തിന് ഇതിനകത്തൂടെ വെള്ളം കയറിപ്പോകും. അങ്ങനെ വെള്ളം കയറുവാണെങ്കിൽ എത്ര ഉയരം വരെ ആ ഒരു ട്യൂബിൽ കൂടെ കയറി പോവാം എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ ഹെഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അത് 10.3 മീറ്റർ വരെ ആ ഒരു ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും കാപ്പിലാരിറ്റിക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു ട്യൂബ് ആയിരിക്കണം. അപ്പൊ കാപ്പിലാരിറ്റിന്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലിക്വിഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു ഡയമീറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ട്യൂബ് അനുസരിച്ച് ഇത്ര ഉയരം വരെ വെള്ളം കയറാം. അതേസമയം നമ്മൾ ഒരു മെർക്കുറിയിലാണ് നമ്മൾ ഈ ഒരു ബീക്കർ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വാക്കവും ഇത് ബാലൻസ് ആവാനായിട്ട്, വാക്വം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രഷറും ഇല്ല, ഇവിടെ എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മെർക്കുറി എത്ര ഹൈറ്റ് വരെ തള്ളി കയറും എന്നുള്ളതാണ് 76 സെന്റിമീറ്റർ അല്ലെങ്കിൽ 760 mm. അപ്പൊ ഹെഡ് റെഡി ആവണേ, 76 centimeter of mercury column or approximately 10 meter or 10.3 meter of water column. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ മാനോമീറ്റർ, ഡിവൈസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് ബൈ ബാലൻസിങ് അഗെയിൻസ്റ്റ് എ കോളം ഓഫ് ലിക്വിഡ്. മനസ്സിലായോ? അതായത് ഇപ്പം ഒരു പൈപ്പിലെയോ ഒരു ബീക്കറിലെയോ ഒരു നിശ്ചിത ഡെപ്തിലുള്ള ഈ ഒരു പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റ്, ഈ ഒരു ഹൈറ്റിൽ നമ്മൾ പുറത്തേക്ക് ഒരു ട്യൂബ് ഇങ്ങനെ വെക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് റൈസ് ആവുന്നതിനനുസരിച്ചുള്ള ഈ പി എ എന്ന് പറയുന്നത് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളത്തിന് ഈക്വൽ ആയിട്ട് വരും. അങ്ങനെ നമ്മൾ ഈ ഒരു പോയിന്റിലെ പി എ കണ്ടുപിടിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, മാനോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എന്നോട് പറയണോ? മനസ്സിലായോ? ഒന്നുകൂടെ ജസ്റ്റ് നോക്കുക.
നമ്മൾ ഇതിന് പകരം വേറൊരു ഇതെടുക്കാം. ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ പോകുന്ന ഒരു പൈപ്പ്. ഈ ഒരു പൈപ്പിലെ പ്രഷർ എനിക്ക് മെഷർ ചെയ്യണം. ഈ പൈപ്പിലെ പ്രഷർ എനിക്ക് മെഷർ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ട്യൂബ് ഉണ്ടാവും. ഈ രീതിയിൽ ഒരു ട്യൂബ്. ഓക്കെ, ഇത് ഇങ്ങനെ നിന്നാൽ മതി. ഇങ്ങനെ കൊണ്ടാ. ഓക്കെ, ഇതിനകത്ത് ആദ്യം ഒരു എന്താണ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ടാവും, മെർക്കുറി, അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ്. അപ്പം ഇനീഷ്യൽ ആയിട്ട് അതിന്റെ രണ്ട് ട്യൂബിലും ഇതായിരിക്കുമല്ലോ അതിന്റെ ലിങ്ക്. ആരാ ഫോൺ വെച്ചിട്ട് പോയേ? അപ്പം ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ആദ്യം ഈ ലെവലിലായിരിക്കുമല്ലോ. മനസ്സിലായി? ഇതിപ്പോ മെർക്കുറി ആണെന്ന് വിചാരിക്കാം. ഇതൊരു യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഒരു യൂട്യൂബ് ഉണ്ടാവും, അതിനകത്ത് ഒരു മെർക്കുറി ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ടാവും. സപ്പോസ് മെർക്കുറി. ഓക്കെ ആണോ? ഇത് ആദ്യം ഇങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു പൈപ്പിലെ പ്രഷർ ആണ് മെഷർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഈ ഒരു പൈപ്പിലെ പ്രഷർ മെഷർ ചെയ്യണം. ഇങ്ങനെ പോകുന്ന ഒരു പൈപ്പാണ്. എനിക്ക് ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, റെഡി? അപ്പം ഈ ഒരു ഹോൾ ഇടുന്ന പാടെ ഓർത്തോള, അതിനകത്തു നിന്നുള്ള ഈ ഒരു പൈപ്പിലെ ഫ്ലൂയിഡ് കുറച്ച് ഇതിനകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഇതിനകത്ത് ഇങ്ങനെ കയറും. എന്നിട്ട് ഈ ഒരു പോയിന്റിലെ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് നമ്മൾ നേരത്തെ ഊതുന്ന അതേ ഒരു എഫക്റ്റിൽ എന്ത് ചെയ്യുന്നു? ഈ ലെവൽ മാറും. അതായത് അപ്പുറത്തെ ട്യൂബിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഹൈറ്റ് കൂടും, ഇപ്പുറത്ത് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് ട്യൂബിലും വന്ന ആ ഒരു മാറ്റം ജസ്റ്റ് നോക്കിയേ. ഇത്രയും ഹൈറ്റ്, ഇതിന്റെ താഴേക്ക് രണ്ട് ഭാഗത്തും നേരത്തെ പോലെ ബാലൻസ് ആണ്. ഇതിന് മേലേക്ക് വന്ന ഈ ഒരു ഹൈറ്റ് എന്തിനാണ് സൂചിപ്പിക്കുക? ഇവിടുന്ന് നമ്മൾ ഊതിയ അതേ ഒരു എഫക്റ്റ്, അവിടെ നമ്മൾ ബ്ലോ ചെയ്ത അതേ ഒരു എഫക്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിന്റെ പ്രഷർ ഇൻ ടേംസ് ഓഫ് എ ഹൈറ്റ്, അതായത് ഒരു ഫ്ലൂയിഡിന്റെ ബാലൻസിങ് ഹൈറ്റിന്റെ ടേംസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനോമീറ്റർ, അല്ലെങ്കിൽ ഇതാണ് മാനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പി എ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് റോ ജി എച്ച്. അപ്പം 3 ടൈപ്പ് മാനോമീറ്റർ ഉണ്ട്. ആ മൂന്നിനും 3 എണ്ണം. അതുകൊണ്ട് ഞാനിവിടെ ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. നമുക്ക് ഓരോ മാനോമീറ്റർ എടുക്കുമ്പോൾ അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് വേഗം അൺമ്യൂട്ട് ചെയ്യാൻ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാനായിരിക്കും ചോദിക്കാം. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അപ്പം ലൈവ് ക്ലാസ്സിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തോണേ. ഇനി നമ്മൾ ഈ ഉപയോഗിക്കുന്ന മാനോമെട്രിക് ഫ്ലൂയിഡ്, ഇപ്പൊ ഞാനിവിടെ മെർക്കുറി ഉപയോഗിക്കുന്നില്ലേ? ഈ മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അതിന്റെ ഡെൻസിറ്റി ഹൈ ആയിരിക്കണം. ഇമ്മിസിബിൾ എന്ന് പറയുമ്പോൾ എന്താ? മിസ്കിബിൾ അല്ലാത്ത സാധനം എന്നാ. ഇമ്മിസ്കിബിൾ എന്തായിരിക്കും അതിന്റെ അർത്ഥം? നിങ്ങൾ ഇനിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് അയക്കുമ്പോൾ ഇത് കാണും, എന്നിട്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കും. എന്താണ് ഇമ്മിസ്കിബിൾ? ഇമ്മിസിബിൾ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുന്നോ? വേന്നായിക്കോട്ടെ. ഇമ്മിസിബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ മെർക്കുറി ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. ഈ വാട്ടറും മെർക്കുറിയും തമ്മിൽ മിക്സ് ചെയ്ത് പോകാൻ പാടില്ല. അതായത് ഇവിടെ ഇപ്പം ഒരു ചുമന്ന ഫ്ലൂയിഡ് ആണുള്ളത്, ഇവിടെ ഒരു വെള്ള ഫ്ലൂയിഡ് ആണ് വരുന്നത്, അല്ല ഒരു മഞ്ഞ ഫ്ലൂയിഡ് ആണ് വരുന്നത്. ഈ രണ്ട് ഫ്ലൂയിഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാറ്റം ഇവിടെ കാണാൻ ഉണ്ടാവില്ല. അപ്പം അതേ രീതിയിൽ ഈ വരുന്ന ഫ്ലൂയിഡും ഇതിനകത്തുള്ള മാനോമെട്രിക് ഫ്ലൂയിഡ് ഒരിക്കലും മിക്സ് ചെയ്ത് പോകാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്മിസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? ഇനി അടുത്തത്, ഇറ്റ് ഷുഡ് ഹാവ് വെരി ലോ വേപ്പർ പ്രഷർ.
അതിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. വേപ്പർ പ്രഷർ എന്തായിരുന്നു ചോദിക്കട്ടെ? അജയ് കൃഷ്ണൻ, എന്താ വേപ്പർ പ്രഷർ? പ്രഷർ മറന്നില്ല. എന്താ വേപ്പർ? നീരാവിയല്ലേ? അപ്പൊ ഒരു ലിക്വിഡിന്റെ വേപ്പർ. പ്രഷർ എന്താണ്? പ്രഷർ തള്ളു, സമ്മർദ്ദം അല്ലേ? സമ്മർദ്ദം. അതായത് ഈ ഒരു നീരാവി ഈ ഒരു ലിക്വിഡ് തന്നെ കൊടുക്കുന്ന ആ ഒരു മർദ്ദം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ. അതായത് നമ്മളൊരു ലിക്വിഡ് ഹീറ്റ് ചെയ്യുവാണ്, അപ്പം അത് വേപ്പർ വരും, അല്ലെ? ഈ വേപ്പർ ആ ഒരു ലിക്വിഡിന്റെ സർഫേസിൽ ഒക്കെ തന്നെ ഉണ്ടാവൂലേ? അപ്പം ആ വേപ്പർ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലിക്വിഡിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രഷറാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ. ഇനി മറക്കോ? ഇല്ല. ഓക്കെ. അപ്പോ ഈ വേപ്പർ പ്രഷറിന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാനന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്? പറഞ്ഞായിരുന്നോ? ഇല്ല. അൻസിന കേൾക്കുന്നുണ്ടോ? അൻസിന പോയോ? ഇവിടെ ഉണ്ടോ? ഇല്ല. ഹലോ സർ. ഓക്കെ. വേപ്പർ പ്രഷറിന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാനന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്? എനിക്ക് ഓർമ്മയില്ല സർ. ഓർമ്മയില്ല. വേപ്പർ പ്രഷറിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ ഞാൻ പറയാം. വേപ്പർ പ്രഷറിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം അതിന് ഇത്രേ ഉള്ളൂ, ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് വെള്ളം തിളയ്ക്കുക എന്ന് പറയുന്നത് എന്താ അവസ്ഥ? വെള്ളം തിളയ്ക്കുക എന്ന് പറയുന്നത് എന്താ? ഞാൻ പറ, വെള്ളം തിളയ്ക്കാനുള്ള കാരണം എന്താ? ഓക്കെ, ഇത് അങ്ങനെ അഡീഷണൽ ആയിട്ട് തന്നെയാണ്, ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പം ഈ രീതിയിൽ വേപ്പർ പ്രഷറും ഈ ഒരു ഹയർ ടെമ്പറേച്ചറിൽ ഈ ഒരു ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ വേപ്പർ പ്രഷറിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? പ്രഷർ കുക്കറിൽ ഉപയോഗിക്കുന്നത്. അപ്പം നോർമലായിട്ട് വരുന്നത് ഒരു എന്താണ്, ഒരു ചെറിയ പാനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയർ പ്രഷറും വേപ്പർ പ്രഷറും തുല്യമാവുന്നിടത്താണ് ബോയിലിംഗ് വരുന്നത്. അതേ സംഭവം തന്നെ നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ഒരു പ്രഷർ കുക്കറിലേക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ക്ലോസ് കണ്ടെയ്നറും ഈ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും തുല്യമാവുന്നത് ഒരു കുറേയും കൂടെ 100 ഡിഗ്രിയിൽ കൂടുതൽ ഒരു ടെമ്പറേച്ചറിലായിരിക്കും. ഒരു 105 106 അങ്ങനെ ചെറിയൊരു വേരിയേഷൻ. അങ്ങനെ ഒരു ഹയർ ടെമ്പറേച്ചറിൽ നമുക്ക് ഈ ഒരു സാധനം കൂടുതൽ നേരം തിളപ്പിക്കുന്ന വഴി എന്ത് ചെയ്യുന്നു? കൂടുതൽ എഫക്റ്റീവ് ആവും, അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വേവ് ഒക്കെ എത്തുന്നത്. അപ്പം അത് ജസ്റ്റ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ പ്രഷർ കുക്കറിൽ വരുന്ന ആ ഒരു കാര്യം വേണമെന്ന് മനസ്സിലാക്കുക. അത് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരില്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓർക്കുക. ഇനി മറക്കാൻ ചാൻസ് കുറവാണ്. ആർക്കെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാനോമീറ്റർ എന്തിനാണ്? നമുക്കൊരു ലിക്വിഡിലൊക്കെ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്, അല്ലേ? അപ്പൊ മെയിൻലി നമുക്ക് രണ്ട് തരത്തിലുള്ള മാനോമീറ്റേഴ്സ് ആണ് ഉള്ളത്. സിമ്പിൾ മാനോമീറ്റേഴ്സും ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സും. സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്ററും. ഓക്കെ. ഇതിനകത്ത് സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിരിക്കും, അല്ലെ? അപ്പം അതിന്റെ 3 ടൈപ്സ് ആണ്: പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഇനി ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 2 ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പം അതിന്റെ ജസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞുതരാം. പീസോമീറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ഫോം ഓഫ് മാനോമീറ്റേഴ്സ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാനുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ആ ഒരു മെഷർ ചെയ്യാനുള്ള പൈപ്പ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക. പി എ, ഈ ഒരു പി എ ആണ് നമ്മൾ, അതായത് പ്രഷർ അറ്റ് പോയിന്റ് എ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അത് ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലൂയിഡ്, ഈ പൈപ്പിൽ കൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് തന്നെ എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ മേലേക്ക് കയറും. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളൊരു ട്യൂബ് ഇങ്ങനെ വെക്കുന്ന വഴി ഇവിടുത്തെ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഈ ഒരു ട്യൂബിൽ കൂടെ കയറും. അപ്പം ഈ ഹൈറ്റ് എന്തിനു ബാലൻസ് ചെയ്ത് കിട്ടും നമുക്ക്?
പ്രഷറിന് ബാലൻസ് ചെയ്ത് കിട്ടും. ഇതാണ് എന്ത് പീസോമീറ്റർ. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഒന്ന് പേര് അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്, പറയാം. ഇത് കാര്യം മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്? ഓക്കെ പറഞ്ഞേ. ജസ്റ്റ് നമ്മള് ഇതാണ് നമുക്ക് പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ ആ പൈപ്പിലേക്ക് നമ്മൾ ട്യൂബ് വെക്കുന്നു. അപ്പം ഈ പൈപ്പിലെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ട്യൂബിൽ കൂടെ കയറി ആ പൈപ്പിന്റെ ഉള്ളിലുള്ള പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹൈറ്റ് കിട്ടും. ഈ ഹൈറ്റ്. ഓക്കെ. ഇനി ഓരോന്നിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ രണ്ടാമതായിട്ട് യൂട്യൂബ് മാനോമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്യൂബ് ഉണ്ടാവും. അത് നമ്മൾ ഇതേപോലെ ഒരു പൈപ്പിൽ കണക്ട് ചെയ്യും. അപ്പം ഈ ഒരു ഫ്ലൂയിഡ്, ഈ ഒരു ട്യൂബിൽ തന്നെ എന്തുണ്ട്? ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് ഈ നീല കളറിൽ കാണുന്നത്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രഷർ വേരിയേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തെ ലിംബില്, ഇത് ലെഫ്റ്റ് ലിംബ്, ഇത് റൈറ്റ് ലിംബ്. അതിന്റെ ഇടത്തെ സൈഡിലെ ആ ഒരു കൈനെയാണ് നമ്മൾ ലെഫ്റ്റ് ലിംബ് എന്ന് പറയുന്നത്. അതിന്റെ വലത്തെ സൈഡിലെ കൈക്ക് നമ്മൾ റൈറ്റ് ലിംബ് എന്ന് പറയും. അപ്പം ഈ ലെഫ്റ്റ് ലിംബിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഈ പ്രഷറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിന്റെ ഹൈറ്റും കാണാം. ഇപ്പുറത്തെ എന്തുണ്ട്? ഈ ഒരു പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തെ ലിംബിൽ കൂടെ ഈ ഒരു മാനോമീറ്റർ ഫ്ലൂയിഡ് ഉയർന്നു. ഇതാണ് എന്ത്? യൂട്യൂബ് മാനോമീറ്റർ. നിങ്ങൾ ഇപ്പൊ വായിക്കാനൊന്നും പോണ്ട. ഇത് ഞാൻ ഇനിയും പറയാനുണ്ട്. നമുക്ക് പ്രോബ്ലം ഓരോ ഇക്വേഷൻ പറയാനുണ്ട്. അപ്പം ഈ ഒരു വ്യത്യാസം മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് യൂട്യൂബ് മാനോമീറ്റർ. നെക്സ്റ്റ് സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ വാട്ടർ കോളം ഉണ്ടാവും, ഒരു ചെറിയ ബീക്കർ പോലെ ഉണ്ടാവും. ഓക്കെ. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ വേരിയേഷൻ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. സോറി, സിംഗിൾ കോളം മാനോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതും പറയാം. അപ്പൊ ജസ്റ്റ് അതൊന്ന് ഓർത്തോളാം. ഇതിന്റെ വ്യത്യാസം ഒന്നും ആ ഫിഗർ ഒന്ന് മനസ്സിൽ കാണാം. ഈ ഒരു മാനോമീറ്ററിൽ ഒരു ചെറിയ വാട്ടർ കോളം കൂടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടെ രണ്ട് ഹൈറ്റിലുള്ള, അതായത് രണ്ട് പൈപ്പിലൂടെ ഉള്ള ഫ്ലൂയിഡിന്റെ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ, അതായത് ഇത് പൈപ്പ് എ, ഇത് പൈപ്പ് ബി. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ പ്രഷറിന്റെയും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ചായിരിക്കും ഇവിടെ ഈ ഒരു ഹൈറ്റ് കിട്ടുന്നത്. അതിനെയാണ്, അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പൈപ്പുകളുടെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പം ആദ്യം പറഞ്ഞ ആ 4 നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ജസ്റ്റ് നോക്കുക. പീസോമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കുക, യൂട്യൂബ് മാനോമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കുക, സിംഗിൾ കോളം മാനോമീറ്റർ എന്താണ്, പിന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പം ഇത് 4നെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ആ ഫിഗർ മാത്രം ഒന്ന് മനസ്സിലോർക്കുക. ഇതിന്റെ ബാക്കി ഞാൻ നാളെ എടുക്കാം. ഓക്കെ.